നമുക്ക് നേരെ ഇനി തിരുവനന്തപുരത്തേക്ക് പോയാൽ ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് തീരപ്രദേശത്തെ ജനങ്ങൾക്ക് 1000 രൂപയും 6 കിലോ അരിയും നൽകുമെന്നായിരുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷം കുടുംബങ്ങൾക്കും ഇത് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. കാലവർഷക്കെടുതിക്ക് പിന്നാലെ ട്രോളിംഗ് നിരോധനം കൂടി ആരംഭിച്ചപ്പോൾ തീരദേശ ഗ്രാമങ്ങളിലെ അടുപ്പുകൾ പുകയാതെയായി. അഞ്ചുതെങ്ങിൽ നിന്ന് അരുൺ സോളമൻ ചേരുകയാണ്. അരുണിലേക്ക്. കാലവർഷക്കെടുതി ആരംഭിച്ചതിന് പിന്നാലെയാണ് കേരള തീരത്ത് MSC എൽസ 3 എന്ന പറയുന്ന കപ്പൽ അപകടത്തിൽപ്പെടുന്നത്. രണ്ട് കാര്യങ്ങളും ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെയാണ്. ഞാനിന്നുള്ളത് അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളികളുടെ തീരപ്രദേശത്താണ്. ഇവിടെ ഓരോ മത്സ്യത്തൊഴിലാളികളും ഇപ്പോൾ വീട്ടിലിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഈ കപ്പൽ അപകടം ഉണ്ടായതിനു ശേഷം മത്സ്യമേഖലയാണെങ്കിൽ തീരെ നശിച്ച അവസ്ഥയിലാണ്. ഇത്ര കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു മത്സ്യത്തൊഴിലാളി അഥവാ പണിക്ക് പോയി എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ മത്സ്യത്തിന് വില കിട്ടാത്ത അവസ്ഥയാണ്. ഈ അവസ്ഥയിലാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് 1000 രൂപയും 6 കിലോ അരിയും. ഇത് കിട്ടിയായിരുന്നോ? എവിടെ കിട്ടാനായിട്ടാണ്? ഇതൊക്കെ പത്രത്തിൽ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി വയ്ക്കാം, സഭകളിൽ പ്രഖ്യാപിക്കാം എന്നുള്ളതല്ലാതെ അതുപോലെ ഇതുവരെ കിട്ടിയിട്ടില്ല. അത് തന്നെ ഈ 1000 രൂപയും 6 കിലോ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളെ ഈ അപമാനിക്കുന്നതിന് തുല്യമാണ്. നമ്മളിപ്പോൾ പോകാതിരുന്നിട്ട് ഒരു 2 മാസത്തിൽ കൂടുതലായി. നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും പോകാനൊന്നും പറ്റത്തില്ല. നമ്മൾ പിന്നെ കൊല്ലം ആശ്രയിച്ചാണ് പോകുന്നത്. കൊല്ലം ഹാർബർ അവിടെ പോയാൽ നമുക്ക് പ്രശ്നങ്ങളാണ്. ഇവിടെ ഓരോ സർക്കാരുകൾ ഓരോരുത്തർ മാറി മാറി വന്നിട്ട് പറയും മത്സ്യത്തൊഴിലാളിക്ക് ഇന്ന ആനുകൂല്യം അനുഭവിച്ചിട്ടുണ്ട്, അത് അനുഭവിച്ചിട്ടുണ്ടെന്ന് കുറേ വാഴ്ത്താനും ചെയ്യണമില്ലാതെ മത്സ്യത്തൊഴിലാളിക്ക് ഒരു ആനുകൂല്യങ്ങളും കിട്ടണേയില്ല. പക്ഷേ ഇന്ന് പണിക്ക് പോകാതെ എത്രയോ കുടുംബങ്ങൾ ഇന്ന് പട്ടിണിയിൽ ജീവിക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് 2ാമത് കപ്പൽ ഇന്നും കത്തിക്കേണ്ടിയിരിക്കുകയാണ്. ആ കപ്പൽ അണയ്ക്കാൻ അതിൽ ഒരുപാട് കെമിക്കലേർന്ന വസ്തുക്കളുണ്ടെന്ന് പറയുന്നു. പക്ഷേ അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ ഒരുപാട് ബാധിക്കുമെന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ട് സർക്കാർ ഇതിന് നടപടിയെടുക്കുകയും മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിക്കുകയും ചെയ്യാത്ത കാരണം എന്തുകൊണ്ട്? ഞങ്ങളുടെ ആണുങ്ങളൊന്നും പണിക്ക് പോകാതെ ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി വയ്ക്കാൻ കൂടെ നിവർത്തിയില്ലാതെയൊക്കെ ഞങ്ങൾ കിടക്കുകയാണ്. ഞങ്ങളുടെ പിള്ളേർ ജോലിക്ക് പോയാലേ ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ പറ്റും. അതിനൊന്നിനും ഒരു മാർഗവും ഇല്ല. 10 കിലോ അരി തരം പേര് റേഷൻ കടയിൽ ഞങ്ങൾക്ക് തരാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. ഞങ്ങൾ എങ്ങനെ മത്സ്യത്തൊഴിലാളി ജീവിക്കുക? ഞങ്ങൾ ഇന്നൊരു പച്ചക്കറിക്ക് കൂട്ടിയിട്ട് തന്നെ 1.5 മാസമായി. ഞങ്ങളുടെ മക്കളെയൊക്കെ അവിടെ കിടന്ന് ഞങ്ങൾ ഒരു മുട്ട, ഒരു പപ്പടം, ഒരു തോര ഇതൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ അത് മേടിക്കാൻ ഞങ്ങൾക്ക് കാശ് വേണമല്ലോ സാറേ, അതുവരെ ഞങ്ങൾക്കില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ഇന്ന് നടക്കുന്നത്. ഞങ്ങൾക്കിന്ന് ഒരു 10 രൂപ തന്ന് ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഞങ്ങളിങ്ങനെ കടലിൽ നോക്കി ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നടക്കേണ്ടി വരും. അവർ വോട്ടിന് വരുമ്പോൾ മാത്രം ഞങ്ങളെ തിരക്കിയിട്ട് വരുന്നുണ്ട്. അല്ലാതെ ഇതെങ്ങനെയാണ് പിടിക്കുന്നത് ഒരു ഇതും അവരാരും തിരക്കുന്നില്ല. കപ്പൽ അപകടങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ ആഘാതം സൃഷ്ടിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇതുവരെയും കപ്പൽ ഉടമയിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ആ പ്രതിസന്ധിയിൽ ഏറ്റവും അധികം ഇരകളായി മാറിയത് തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പാക്കേജ് തന്നെ അനുവദിക്കണമെന്നുള്ളതാണ് ഈ അവസരത്തിൽ അഞ്ചുതെങ്ങിലെ മത്സ്യത്തൊഴിലാളികൾ പങ്കുവെക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് റീജിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.